പാലക്കാട് ജില്ലയിൽ ഇന്നും ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ഇന്നലെ 41.8 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് പാലക്കാട് രേഖപ്പെടുത്തിയത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പോളിംഗ് ദിവസം 3 പേരാണ് ജില്ലയിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. കടുത്ത ചൂടിൽ വെന്തുരുകുകയാണ് പാലക്കാട്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ചൂട് ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തി. 41.8 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇന്നലെ പാലക്കാട് അനുഭവപ്പെട്ടത്. സാധാരണയേക്കാൾ 5.5 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണിത്. ഇന്നും പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഒരാഴ്ചയായി ജില്ലയിൽ 41 മുകളിലാണ് പാലക്കാട്ടെ താപനില. ഉഷ്ണതരംഗവും പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. 1987-ലും 41.8 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരുന്നു. 2016 ഏപ്രിൽ 27-ന് രേഖപ്പെടുത്തിയ 41.9 ഡിഗ്രി സെൽഷ്യസ് ആണ് 1950-ന് ശേഷം സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില. അതേസമയം ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചു. കുറെ കാലത്തേക്ക് ചൂട് ഉയർന്നു നിൽക്കുന്ന അവസ്ഥയാണ് ഹീറ്റ് വേവ് അഥവാ ഉഷ്ണതരംഗം. ഇത് മനുഷ്യരിലും ജന്തുജീവജാലങ്ങളിലും പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കൂടാതെ വൃക്ഷങ്ങളും മറ്റു സസ്യങ്ങളും എല്ലാം നശിക്കുന്നതിനും ഇടയാകുന്നതാണ്. സമതലങ്ങളിൽ പരമാവധി താപനില കുറഞ്ഞത് 40 ഡിഗ്രി സെൽഷ്യസിലും തീരപ്രദേശങ്ങളിൽ കുറഞ്ഞത് 37 ഡിഗ്രി സെൽഷ്യസിലും മലയോര പ്രദേശങ്ങളിൽ കുറഞ്ഞത് 30 ഡിഗ്രി സെൽഷ്യസിലും എത്തുമ്പോഴാണ് ഉഷ്ണതരംഗമായി മാറുന്നത്. ഇത്തരം ഭാഗങ്ങൾ എല്ലാ ഉഷ്ണതരംഗത്തിന് കീഴിലുള്ളവയായി പ്രഖ്യാപിക്കും. പരമാവധി താപനില സാധാരണയിൽ നിന്ന് 6.4 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കുമ്പോൾ കടുത്ത ഉഷ്ണതരംഗമായി കണക്കാക്കും. ചൂട് കാരണം വോട്ടിങ്ങിനിടെ 3 പേർ കുഴഞ്ഞുവീണ് ജില്ലയിൽ മരിച്ചിരുന്നു. മാത്രമല്ല സൂര്യാതപവും നിർജ്ജലീകരണവും കാരണം 2 പേരും മുൻപ് മരണപ്പെട്ടിരുന്നു. നിരവധി പേർക്ക് സൂര്യാതപവും ഏറ്റിരുന്നു. സൂര്യാതപവും സൂര്യാഘാതവും പാലക്കാട് ജില്ലയിൽ ഏൽക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും പാലക്കാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, പാലക്കാട്.